ഗർഭചിത്രത്തിന് വിധേയമായത് രണ്ടു യുവതികൾ. മാങ്കൂട്ടത്തിൽ നെതിരെയുണ്ടാകുന്ന അന്വേഷണത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭ്യമാവുകയാണ്. രണ്ടു യുവതികൾ കൂടി ഗർഭചിത്രത്തിന് ഇരയായി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് ഇച്ചിരി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അത് ആണോ അല്ലെങ്കിൽ ആരോപണമാണോ എന്നൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിൽ പോകാം. ഗർഭചിത്രത്തിന് വിധേയമായത് രണ്ടു യുവതികൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ വിവരങ്ങൾ. ഇന്ന് വന്ന ന്യൂസാണ് ഗൈസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരാഴ്ച മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ് പുള്ളിയുടെയൊക്കെ വിഷയം എന്നുള്ളത്. പാലക്കാട് MLA ആണ്, ജനപ്രതിനിധിയാണ്. പുള്ളിയെക്കുറിച്ച് ഒരാഴ്ച കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്ന വിഷയം. എന്തായാലും നമുക്ക് വാർത്ത കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെയുണ്ടാകുന്ന അന്വേഷണത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭ്യമാവുകയാണ്. രണ്ട് യുവതികളാണ് രണ്ട് യുവതികൾ കൂടി ഗർഭചിത്രത്തിന് ഇരയായി. അതായത് നേരത്തെ നമ്മള് മുൻകണ്ട വാർത്തയിൽ ആക്ച്വലി ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഒരു യുവതി. അതിനുശേഷം അവന്തിക എന്ന് പറഞ്ഞ പെൺകുട്ടി. അതിനുശേഷമാണോ ഈ രണ്ട് യുവതികൾ, അതോ അവരുടെ കാര്യമല്ലെന്ന് തോന്നി പറയുന്നത് വേറെ രണ്ട് യുവതികളുടെ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. അതായത് കേസ് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് കൂടുതൽ ഇരയായത് എന്നുള്ളതും ആ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയമായത്. ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചനകളുണ്ട്. ആദ്യ ഗർഭചിത്രം നടത്തിയ യുവതിയും യുവതിയുടെ ബന്ധുവും രണ്ടാമത് ഗർഭചിത്രം നടത്താൻ വേണ്ടി ഒരുങ്ങിയ അല്ലെങ്കിൽ ഈ ഒരു പെട്ടുപോയ പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. ഇതെന്തോ ഒരു ഗ്രൂപ്പായിട്ടുള്ള കളിയാണോ? എനിക്ക് ആക്ച്വലി ഒരു വാർത്തയിൽ പറയുന്ന മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ട നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോ ഒരു സംഭവത്തിൽ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഇരയാവുകയാണ് എങ്കിൽ തന്നെ അവർ തമ്മിൽ ഈ കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടാവുക, മറ്റൊരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച ക്രൈംബ്രാഞ്ചിന് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നതും എങ്ങനെയാണ്? മാധു, ഈ ആരോപണ വിധേയരുടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ സർക്കിളുകളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷണ സംഘം. എന്തൊക്കെയായാലും ഗൈസ്, ആ വാർത്തയുടെ താഴെ വന്നിട്ടുണ്ടോ കമന്റുകൾ എനിക്കറിയത്തില്ല. കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് കമന്റ് ഇട്ടേക്കുന്നത്. ഇരകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുത്തൂടെ? മാധ്യമങ്ങളാണ് ഇവിടുത്തെ കോടതി. ആദ്യത്തെ യുവതി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു, ഇനി രണ്ടാമത്തെ യുവതി മൂന്നാമത്തെ യുവതിയെ. കാരണം ആ ഒരു പറയുന്നതിൽ തന്നെ ഇവരെ എനിക്കറിയത്തില്ല, പൊലിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ? ആക്ച്വലി ഒരിക്കലും ഞാൻ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഈ വാർത്തയെ മാത്രം മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. വിഷയം പിന്നീട് നമുക്ക് പറയാം. ഈ വാർത്തയിൽ ഇവർ പറയുന്ന കാര്യം, കാരണം ആദ്യത്തെ യുവതി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു എന്നൊക്കെ ആ ഒരു രീതി, അത് എനിക്ക് മാത്രമല്ല കൺഫ്യൂഷൻ തോന്നിയത്. ഈ കമന്റ് ബോക്സ് കണ്ടാലും നമുക്ക് മനസ്സിലാവും. മാതൃഭൂമി നിലവാരം താഴരുത്, വ്യാജ തെളിവുകൾ നാളെ കൊണ്ടുവരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് മാതൃഭൂമി തെറി വിളിക്കുന്നതായിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയം മുന്നോട്ട് നടക്കുമ്പോഴും നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ച്, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ ആദ്യം ഒരു ഓഡിയോ വന്നു. ആ ഓഡിയോ എന്നൊരു കാര്യമൊക്കെ എനിക്കറിയത്തില്ല എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കാൻ മാത്രം എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ചാൻസ് വരും എന്നുള്ളതാണ് അല്ലേ? നമുക്ക് അങ്ങനൊന്നും ഒരു കറക്റ്റ് രാഹുലിന്റെ ശക്തി സന്ദേശം തന്നെയാണ്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണത്. അതിനുശേഷം വന്നൊരു ആരോപണമായിരുന്നു അവന്തിക എന്ന് പറയുന്ന പെൺകുട്ടി. അവന്തികയ്ക്കെതിരെ രാഹുൽ എന്തുവാരും ഒരു തെളിവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അവന്തികയുടെ പെരുമാറ്റത്തിലും ആ ഒരു സംസാരത്തിലും അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോട്ടെ. പക്ഷെ അതില് എന്നെ ക്ഷണിച്ചു എന്നുള്ള രീതിയിൽ അവന്തിക സംസാരിച്ചു. അപ്പൊ രാഹുലിന്റെ ഭാഗത്ത് ചെറിയ ന്യായം ഉണ്ടെന്നൊക്കെ വിചാരിച്ചു നമ്മളത് കളഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം കൂടി മുന്നോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം, ഒരു ജനപ്രതിനിധിയാണ്. അന്നേരം നമുക്ക് മാത്രമല്ല, കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനാലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തെ കോൺഗ്രസ്സുകാര് തന്നെ പുറത്താക്കി എന്നൊരു കാര്യം നമ്മൾ ആദ്യമേ മുന്നോട്ട് വന്നിട്ടുള്ള കാര്യമായിരുന്നു. അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വന്തം പാർട്ടി തന്നെ ഇദ്ദേഹത്തെ ആദ്യം അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതാണ്. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ആ ഒരു വാർത്ത വന്നപ്പോ തന്നെയായിരുന്നു ആക്ച്വലി ആ ഒരു കാര്യം സംഭവിച്ചിരുന്നത് അല്ലെ? അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആദ്യം ഒഴിഞ്ഞു. പിന്നെ MLA സ്ഥാനം എന്തുകൊണ്ടാണ് ഇപ്പോഴും നിലനിർത്തുന്നത് എന്നുള്ള കാര്യം ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഇപ്പൊ വന്ന് നിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് രണ്ട് യുവതികളുടെ കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. പക്ഷേ ഈ വാർത്ത അവർ സംപ്രേഷണം ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വൈരുദ്ധ്യങ്ങൾ തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം, ഒരുപാട് വലിയൊരു യൂട്യൂബർ ആണ്.
പുള്ളി ആക്ച്വലി സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാറുണ്ട്. ഞാനും അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ തെളിവുകളൊക്കെ കള്ളത്തരമാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കള്ളം കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ തെളിവുകളെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു എന്താണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ രണ്ടു ഭാഗത്തു നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് എന്ന്, നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ആക്ച്വലി അദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് എന്താണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അതൊരു പുരുഷൻ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ അത് സ്ത്രീയുടെ മാത്രം കുറ്റമാണോ എന്നുള്ള രീതി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് നമുക്ക് ചിലപ്പം ജീവിതത്തെ ഓർത്ത്, ഭാവിയെ ഓർത്ത് ചില സമയത്ത് സൈലന്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഇത് സ്ത്രീക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കത് ചിന്തിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു പോകും. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് തുറന്നിട്ട് സംസാരിക്കേണ്ടത്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു MLA ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വലിയൊരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാവുമ്പം ആരോപണം വന്ന് മുന്നോട്ട് പറയാനും പുറത്ത് കാര്യങ്ങൾ വന്ന് പറയാനും, ചിലപ്പോൾ ഒരു ചീറ്റിംഗ് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഇവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ കേസ് കൊടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു മനസ്സ് തോന്നിയത്. ഒരുപക്ഷെ അതായിരിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. തുടരെ യുവതികളുടെ പേര് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഇതിന് എന്താണ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി കൂടി ആകുമ്പം. മാത്രമല്ല രാഹുല് ഇതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം കള്ളമാണ്, കള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊന്നും ഇയാൾ മുന്നോട്ടൊന്നും പറയുന്നില്ല. ആകെപ്പാട് അവന്തികയുടെ ഒരു തെളിവ് മാത്രം മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ചത്. പിന്നെ എന്താണ് ഇദ്ദേഹം കേസ് കൊടുത്തു പോകുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം അദ്ദേഹത്തെ ആരോപണ വിധേയനാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാണ്, അദ്ദേഹത്തിന്റെ MLA സ്ഥാനമാണെങ്കിൽ അദ്ദേഹത്തോട് ശത്രുക്കൾ ആരെങ്കിലും ഇത് ചെയ്യിക്കുകയാണെങ്കിൽ, മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്താണ് പറയാ വേറെയുണ്ട്, അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം എന്തുവാന്ന് ഉള്ളതാ. അതായത് പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളി നിയമപരമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം അല്ലേ. ഒരു തെറ്റും ഇല്ലെങ്കിൽ അതാണ് ജനപ്രതിനിധി കൂടി ആവുമ്പം ഇതിനപ്പുറം എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ടേ ഇല്ലേ എന്നുള്ളത് 100% തെറ്റ് എന്നൊരു കാര്യം ആക്ച്വലി ഉണ്ട് എന്ന്. കാരണം രാഹുലിന്റെ നിശബ്ദത അതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം. ഇത്രയും കേസുകൾ മുന്നോട്ട് വരുമ്പോഴും അദ്ദേഹം തെറ്റാണെങ്കിൽ, ഈ പറയുന്നതൊക്കെ തെറ്റാണ്, ആരോപണങ്ങളാണെങ്കിൽ അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകത്തില്ലേ, നിയമപരമായിട്ട് അതിനെ നേരിടില്ലേ എന്നുള്ളതാണ്. അദ്ദേഹം നിശബ്ദനാണ്. ഇത്രയും വാർത്തകൾ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് പോലും നമ്മൾ കണ്ടില്ലെന്നുള്ളതാണ്.